അപ്പോൾ എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിൽ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് എക്കണോമിക്സിന്റെ ക്ലാസ്സാണ് നമ്മൾ എടുക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ എക്കണോമിക്സ് എത്ര സിലബസ് പ്രകാരം നമുക്ക് 5 മാർക്കിന്റെയാണ് ഉള്ളത്. അപ്പം ഫുൾ സിലബസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും. ആദ്യം നമ്മൾ എക്കണോമിക്സിനെ പഠിച്ചുള്ള ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാട്ടോ പറഞ്ഞു പോകുന്നത്. അപ്പം എല്ലാവർക്കും സ്വാഗതം. ക്ലാസ് തുടങ്ങാം കേട്ടോ. അപ്പം സാമ്പത്തിക ശാസ്ത്രത്തെക്കുറിച്ചുള്ള പഠനമാണ് എന്നറിയപ്പെടുന്നത് അഫ്നോളജി എന്നറിയപ്പെടുന്നു. ഇപ്പൊ സാമ്പത്തിക ശാസ്ത്രത്തെക്കുറിച്ചുള്ള പഠനം എന്നറിയപ്പെടുന്നത് അഫ്നോളജി. എക്കണോമിക്സ് എന്ന വാക്ക് ഉത്ഭവിച്ചത് ഇക്കോണോമി എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ്. ഈ വാക്കിന്റെ അർത്ഥം എന്താണ്? ഗൃഹഭരണം എന്നാണ്. സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഉൽപാദനം, ഉപഭോഗം, വിതരണം ഇതുമായി ബന്ധപ്പെട്ട സാമൂഹിക ശാസ്ത്രമാണ് എക്കണോമിക്സ് എന്നറിയപ്പെടുന്നത്. അപ്പൊ സാമ്പത്തിക ശാസ്ത്രത്തെക്കുറിച്ചുള്ള പഠനം എന്താണ്? അഫ്നോളജി. എക്കണോമിക്സ് എന്ന വാക്ക് ഉത്ഭവിച്ചത് ഇക്കണോമി എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ്. ഈ വാക്കിന്റെ അർത്ഥം ഗൃഹഭരണം എന്നാണ്. സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഉൽപാദനം, ഉപഭോഗം, വിതരണം ഇതുമായി ബന്ധപ്പെട്ട സാമൂഹിക ശാസ്ത്രമാണ് എക്കണോമിക്സ്. എക്കണോമിക്സ് ആദ്യം അറിയപ്പെട്ടിരുന്നത് എന്തെന്ന്? പൊളിറ്റിക്കൽ എക്കണോമിക്സ് എന്നാണ്. എക്കണോമിക്സ് ആദ്യകാലത്ത് അറിയപ്പെട്ടിരുന്നത് പൊളിറ്റിക്കൽ എക്കണോമിക്സ് എന്നാണ്. എക്കണോമിക്സ് ഉത്ഭവിച്ച ശാസ്ത്രശാഖ ഏതാ? പൊളിറ്റിക്സ് ആണ് കേട്ടോ. അപ്പൊ എക്കണോമിക്സ് ഉത്ഭവിച്ച ശാസ്ത്രശാഖയാണ് പൊളിറ്റിക്സ് എന്നറിയപ്പെടുന്നത്. ഇനി നമ്മൾ ഓരോ ശാസ്ത്ര ചിന്തകന്മാരെ പറ്റിയാണ് പഠിക്കാൻ പോകുന്നത് കേട്ടോ. എക്കണോമിക്സിൽ കുറെ ചിന്തകന്മാരുണ്ട്. അപ്പൊ അവരിലേക്ക് നമുക്ക് പോവാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് വഴിയെ സിലബസ് പ്രകാരമുള്ള ഓരോ ക്ലാസ് എടുത്തു വരാം കേട്ടോ. അപ്പൊ ആദം സ്മിത്തിനാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. ആദം സ്മിത്തിനെ പറ്റി പറയുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്താണ്? ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവാണ് ആദം സ്മിത്ത്. പുള്ളിക്കാരൻ ഏതാ രാജ്യം? സ്കോട്ട്ലൻഡുകാരനാണ് കേട്ടോ. മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയുടെ പിതാവ് എന്നും പുള്ളി അറിയപ്പെടുന്നുണ്ട്. ഏത് സമ്പദ് വ്യവസ്ഥയുടെ? മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ആദം സ്മിത്ത് ആണ്. പുള്ളി പ്രാമുഖ്യം നൽകിയിരുന്ന മേഖലയായിരുന്നു വ്യക്തി സ്വാതന്ത്ര്യം. ഒരു തിയറി മുന്നോട്ട് വെച്ചിരുന്നു. അപ്പൊ ആദം സ്മിത്ത് മുന്നോട്ട് വെച്ച തിയറി ഏതാന്ന് ചോദിച്ചാൽ നമ്മൾ ഇതെന്ന് പറയും ലേസേസ് ഫെയർ കേട്ടോ. അപ്പൊ ലേസേസ് ഫെയർ എന്ന് പറഞ്ഞ തിയറി മുന്നോട്ട് വെച്ചത് ആദം സ്മിത്ത് ആണ്. സമ്പദ് വ്യവസ്ഥയിൽ ഗവൺമെന്റിന്റെ ഇടപെടൽ പരിമിതപ്പെടുത്തണമെന്നും വ്യക്തി സ്വാതന്ത്ര്യത്തിന് പ്രാമുഖ്യം നൽകണമെന്നും ഈ സിദ്ധാന്തത്തിൽ പറയുന്നു. അപ്പൊ ലേസേസ് ഫെയർ തിയറി പ്രകാരം എന്താണ് പറയുന്നത്? സമ്പദ് വ്യവസ്ഥയിൽ ഗവൺമെന്റിന്റെ ഇടപെടൽ പരിമിതപ്പെടുത്തണമെന്നും വ്യക്തി സ്വാതന്ത്ര്യത്തിന് പ്രാമുഖ്യം നൽകണമെന്നും പറയുന്ന സിദ്ധാന്തമാണ് എന്ത്? ലേസേസ് ഫെയർ. ലേസേസ് ഫെയർ സിദ്ധാന്തം ആരുടെയാണ്? ആദം സ്മിത്തിന്റെയാണ്. ആദം സ്മിത്ത് എന്നറിയപ്പെടുന്നു ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് എന്ന് പുള്ളി അറിയപ്പെടുന്നു. രാഷ്ട്രീയ സാമ്പത്തിക ശാസ്ത്രത്തിൽ നിന്ന് സാമ്പത്തിക ശാസ്ത്രത്തെ വേർതിരിച്ച വ്യക്തിയാണ് ആര്? ആദം സ്മിത്ത്. അപ്പൊ ഏതാണ്? രാഷ്ട്രീയ സാമ്പത്തിക ശാസ്ത്രത്തിൽ നിന്നും സാമ്പത്തിക ശാസ്ത്രത്തെ വേർതിരിച്ച വ്യക്തിയാണ് ആദം സ്മിത്ത്. സമ്പത്തിനെ കുറിച്ചുള്ള പഠനമാണ് സാമ്പത്തിക ശാസ്ത്രം എന്ന് പറഞ്ഞു. അപ്പം ആദം സ്മിത്ത് സാമ്പത്തിക ശാസ്ത്രം എന്തെന്നാണ് പറഞ്ഞത്? സമ്പത്തിനെ കുറിച്ചുള്ള പഠനമാണ് എന്ന് പറഞ്ഞു. സാമ്പത്തിക ശാസ്ത്രത്തെ സമ്പത്തിന്റെ ശാസ്ത്രം എന്ന് വിശേഷിപ്പിച്ചു. എങ്ങനെ? സാമ്പത്തിക ശാസ്ത്രത്തെ സമ്പത്തിന്റെ ശാസ്ത്രം എന്ന് വിശേഷിപ്പിച്ചു. ഇനി ആദം സ്മിത്തിന്റെ പ്രധാന പുസ്തകങ്ങൾ ഏതൊക്കെയാന്ന് വെച്ചാൽ An Enquiry into the Nature and Course of Wealth of Nation. An Enquiry into the Nature and Courses of Wealth of Nation. ഏത് വർഷമാ? 1776 കേട്ടോ. അപ്പൊ രണ്ടാമത്തെ പുസ്തകമാണ് തിയറി ഓഫ് മോറൽ സെന്റിമെന്റ്സ്. തിയറി ഓഫ് മോറൽ സെന്റിമെന്റ്സ് ഏതാ വർഷം? 1759. ആദം സ്മിത്തിന്റെ രണ്ട് പുസ്തകങ്ങളാണ് ആൻ എൻക്വയറി ഇൻ ടു ദ നേച്ചർ ആൻഡ് കോഴ്സ് ഓഫ് വെൽത്ത് ഓഫ് നേഷൻ 1776 തിയറി ഓഫ് മോറൽ സെന്റിമെന്റ്സ് 1789. ആദം സ്മിത്തിനെ പറ്റി നമ്മൾ പഠിച്ചു. രാജ്യം ഏതാണ്? സ്കോട്ട്ലൻഡ്. ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നു. മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയുടെ പിതാവ് എന്നറിയപ്പെടുന്നു. പ്രാമുഖ്യം നൽകിയത് ഏതിനായിരുന്നു? വ്യക്തി സ്വാതന്ത്ര്യത്തിന് പ്രാമുഖ്യം നൽകി. പുള്ളിയുടെ തിയറി എന്തെന്നറിയപ്പെടുന്നു? ലേസേസ് ഫെയർ എന്നറിയപ്പെടുന്നു. ലേസേസ് ഫെയർ എന്താണ് പറയുന്നത്? സമ്പദ് വ്യവസ്ഥയിൽ ഗവൺമെന്റിന്റെ ഇടപെടൽ പരിമിതപ്പെടുത്തണമെന്നും വ്യക്തി സ്വാതന്ത്ര്യത്തിന് പ്രാമുഖ്യം നൽകണമെന്നും പറയുന്ന ലേസേസ് ഫെയർ എന്ന് പറഞ്ഞ സിദ്ധാന്തം ആരുടെയാ? ആദം സ്മിത്തിന്റെ കേട്ടോ. സമ്പത്തിനെ കുറിച്ചുള്ള പഠനമാണ് സാമ്പത്തിക ശാസ്ത്രം എന്ന് പറഞ്ഞതും ആദം സ്മിത്ത് ആണ്. പുസ്തകങ്ങൾ രണ്ടെണ്ണം പഠിച്ചു. ഏതൊക്കെയാ? ആൻ എൻക്വയറി ഇൻ ടു ദ നേച്ചർ ആൻഡ് കോഴ്സ് ഓഫ് വെൽത്ത് ഓഫ് നേഷൻ 1776. വെൽത്ത് ഓഫ് നേഷൻസ് എന്ന് പഠിച്ചാൽ മതി കേട്ടോ. പിന്നെ തിയറി ഓഫ് മോറൽ സെന്റിമെന്റ്സ് 1759 കേട്ടോ. അപ്പൊ രണ്ടാമതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്ന ആരെ പറ്റിയാണ്? കാൾ മാർക്സിനെ പറ്റിയാണ് പഠിക്കുന്നത്. കാൾ മാർക്സ് എന്ന് പറയുമ്പോൾ തന്നെ പുള്ളിയുടെ രൂപമൊക്കെ നമുക്ക് ഓർമ്മ വരുന്നില്ലേ? പുള്ളി ഏത് രാജ്യക്കാരനാ? ജർമ്മനിക്കാരനാ കേട്ടോ കാൾ മാർക്സ്. മരണപ്പെട്ടത് എവിടെയാ? ലണ്ടനിൽ വെച്ചാണ്. പുള്ളി എന്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്? സോഷ്യലിസത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? കാൾ മാർക്സ് കേട്ടോ. പ്രാമുഖ്യം നൽകിയത് തൊഴിലാളികളുടെ അധ്വാനത്തിന്. അപ്പൊ തൊഴിലാളികളുടെ അധ്വാനത്തിന് പ്രാമുഖ്യം നൽകിയ എക്കണോമിക്സിന്റെ ചിന്തകനായിരുന്നു ആര്? കാൾ മാർക്സ് എന്നറിയപ്പെടുന്നു. പുള്ളി ഒരു എന്ത് ചെയ്തു? സിദ്ധാന്തം മുന്നോട്ട് വെച്ചു. അതേതാ? മിച്ചമൂല്യ സിദ്ധാന്തം എന്നറിയപ്പെടുന്നു. ഏത് സിദ്ധാന്തമാ? മിച്ചമൂല്യ സിദ്ധാന്തം കേട്ടോ. കാൾ മാർക്സ് മുന്നോട്ട് വെച്ച സിദ്ധാന്തമാണ് മിച്ചമൂല്യ സിദ്ധാന്തം. തൊഴിലാളികളുടെ അധ്വാനത്തിന്റെ പ്രതിഫലമായ വിലയുടെ ഏറിയ പങ്കും മുതലാളി ലാഭം എന്ന് പറഞ്ഞ് കൈവശം വെക്കുന്നു. അതിന്റെ അവകാശികൾ തൊഴിലാളികളാണ് എന്ന് പറയുന്ന സിദ്ധാന്തമാണ് മിച്ചമൂല്യ സിദ്ധാന്തം. അപ്പൊ എങ്ങനെ? തൊഴിലാളികളുടെ അധ്വാനത്തിന്റെ പ്രതിഫലമായ വിലയുടെ ഏറിയ പങ്കും ആരെ കൈവശം വെക്കുന്നത്? മുതലാളിയാണ് ലാഭം എന്ന പേരിൽ കൈവശം വെക്കുന്നു. അതിന്റെ അവകാശികൾ ശരിക്കും ആരാണ്? തൊഴിലാളികളാണ് എന്ന് പറയുന്ന സിദ്ധാന്തമാണ് എന്ത്? മിച്ചമൂല്യ സിദ്ധാന്തം. ആരുടേതാണ്? കാൾ മാർക്സിന്റെ കേട്ടോ. കാൾ മാർക്സ് ഏതാ രാജ്യം? ജർമ്മനി കേട്ടോ. അപ്പോ അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നതാണ് കാൾ മാർക്സിന്റെ ബുക്ക് ഏതുകളാണ്. കാൾ മാർക്സിന്റെ പുസ്തകമാണ് ഡാസ് ക്യാപിറ്റൽ. 1867 പുറത്തിറങ്ങിയത്. ഏതാണ്? ഡാസ് ക്യാപിറ്റൽ 1867. അതുപോലെ തന്നെ നമുക്ക് പ്രസിദ്ധമായ വേറൊരു ബുക്കാണ് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ.
1849. കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ 1849. ഇതെങ്ങനെ ഫെഡറിക് ആഞ്ചൽസും ആയിട്ട് ചേർന്നാണ് പുള്ളിക്കാരൻ അത് എഴുതിയത്. അപ്പം കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ 1849 ആരുടെ കൂടെ ചേർന്നുകൊണ്ട് ഫെഡറിക് ആഞ്ചൽസുമായി ചേർന്നുകൊണ്ടാണ് പുള്ളിക്കാരൻ പുസ്തകം എഴുതിയത്. ഇപ്പൊ കാൾ മാർക്സ് എന്നറിയപ്പെടുന്നു, സോഷ്യലിസത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നു. രാജ്യം ഏത് ജർമ്മനിയാണ്. പ്രാമുഖ്യം നൽകിയത് എന്ന തൊഴിലാളികളുടെ അധ്വാനത്തിനാണ് പ്രാമുഖ്യം നൽകിയത്. പുള്ളിയുടെ തിയറി എന്തെന്നറിയപ്പെടുന്നു, മിച്ചമൂല സിദ്ധാന്തം എന്നറിയപ്പെടുന്നു. മിച്ചമൂല സിദ്ധാന്തം അതിനകത്ത് എന്താ പറയുന്നത്? തൊഴിലാളികളുടെ അധ്വാനത്തിന് പ്രതിഫലമായ വിലയുടെ ഏറിയ പങ്ക് മുതലാളി ലാഭം എന്ന് പറഞ്ഞ് കൈവശം വെക്കുന്നു. അതിന്റെ അവകാശികൾ ശരിക്കും തൊഴിലാളികളാണ് എന്ന് പറയുന്ന കാൾ മാർക്സിന്റെ സിദ്ധാന്തമാണ് മിച്ചമൂല സിദ്ധാന്തം എന്നറിയപ്പെടുന്നത്. അടുത്ത മൂന്നാമതായിട്ട് നോക്കാൻ പോകുന്ന ചിന്തകനാണ് ആര്? ആൽഫ്രഡ് മാർഷൽ. പുള്ളി ഏത് രാജ്യക്കാരനാ? ബ്രിട്ടൻ ആട്ടോ. ആൽഫ്രഡ് മാർഷലിന്റെ രാജ്യമാണ് ബ്രിട്ടൻ. പുള്ളി എന്തെന്നറിയപ്പെടുന്നു? മൈക്രോ എക്കണോമിക്സിന്റെ പിതാവ് എന്നറിയപ്പെടുന്നു. അപ്പൊ എക്കണോമിക്സിന് നമ്മൾ മേജറായിട്ട് രണ്ടായിട്ടാണ് വേർതിരിക്കുന്നത്. എങ്ങനെ? മൈക്രോ ഒന്നും മാക്രോ ഒന്നും ഉണ്ട്. അപ്പൊ അതിനകത്ത് മൈക്രോ എക്കണോമിക്സിന്റെ പിതാവ് എന്നാണ് ആൽഫ്രഡ് മാർഷൽ അറിയപ്പെടുന്നത്. അപ്പൊ ബാക്കി വർഗീകരണവും എക്കണോമിക്സിന്റെ വർഗീകരണം ബാക്കിയൊക്കെ നമ്മൾ അടുത്ത ക്ലാസ്സിൽ നോക്കാം കേട്ടോ. പുള്ളി മുന്നോട്ട് വെച്ച തിയറിയാണ് പ്രൈസ് തിയറി. ഏതാണ്? പ്രൈസ് തിയറി കേട്ടോ. പ്രാമുഖ്യം നൽകിയത് എന്തിനാണ്? മനുഷ്യക്ഷേമത്തിന്. അപ്പൊ മനുഷ്യക്ഷേമത്തിന് പ്രാതിനിധ്യം നൽകിയ എക്കണോമിക്സിലെ ശാസ്ത്ര ചിന്തകൻ ആരാന്ന് ചോദിച്ചാൽ ആരാണ്? ആൽഫ്രഡ് മാർഷൽ ആണ് കേട്ടോ. ഇദ്ദേഹത്തിന്റെ സിദ്ധാന്തം എന്നറിയപ്പെടുന്നു ലോ ഓഫ് ഡിമാൻഡ്. ഇത് എ ആണേ, ഓ നോക്കണ്ട കേട്ടോ. ലോ ഓഫ് ഡിമാൻഡ് എന്നറിയപ്പെടുന്നു. മറ്റ് ഘടകങ്ങൾ സ്ഥിരം ആയിരുന്നാൽ ചോദകവും വിലയും തമ്മിലുള്ള വിപരീത അനുപാതത്തിലായിരിക്കും. ചോദകവും വിലയും തമ്മിൽ വിപരീത അനുപാതത്തിലായിരിക്കും എന്ന് പറയുന്നതാണ് എന്ത്? ലോ ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത്. ചോദകം എന്താണ്? ഡിമാൻഡ്. വില എന്താണ്? പ്രൈസ് കേട്ടോ. അപ്പൊ മറ്റ് ഘടകങ്ങൾ സ്ഥിരമായിട്ടിരുന്നു കഴിഞ്ഞാൽ ഡിമാൻഡും പ്രൈസും വേറെ വിപരീത അനുപാതത്തിലായിരിക്കും എന്ന് പറയുന്നതാണ് ഏത്? ലോ ഓഫ് ഡിമാൻഡ് എന്നറിയപ്പെടുന്നു. ആരുടെയാണ്? ആൽഫ്രഡ് മാർഷലിന്റെയാണ്. പുള്ളി എന്തിന്റെ പിതാവാണ്? മൈക്രോ എക്കണോമിക്സിന്റെ പിതാവാണ്. പുള്ളി മുന്നോട്ട് വെച്ചിട്ട് തിയറിയാണ് പ്രൈസ് തിയറി എന്നറിയപ്പെടുന്നു. സാമ്പത്തിക ശാസ്ത്രത്തിന് എക്കണോമിക്സ് എന്ന പേര് നൽകിയത് ആരാന്ന് ചോദിക്കും. അപ്പൊ സാമ്പത്തിക ശാസ്ത്രത്തിന് എക്കണോമിക്സ് എന്ന പേര് നൽകിയത് ആരാണ്? ആൽഫ്രഡ് മാർഷൽ ആണ് കേട്ടോ. പുള്ളിക്കാരന്റെ പുസ്തകമാണ് പ്രിൻസിപ്പിൾ ഓഫ് എക്കണോമിക്സ്. ഏത് വർഷം? 1890. അപ്പം ആൽഫ്രഡ് മാർഷലിന്റെ പുസ്തകമാണ് പ്രിൻസിപ്പിൾ ഓഫ് എക്കണോമിക്. ഏത് വർഷമാണ്? 1890 കേട്ടോ. അപ്പൊ ആൽഫ്രഡ് മാർഷൽ പഠിച്ചു. നമ്മൾ ആരെയൊക്കെ പഠിച്ചു? ആഡം സ്മിത്തിനെ പഠിച്ചു, കാൾ മാർക്സിനെ പഠിച്ചു. ഇപ്പൊ മൂന്നാമതായിട്ട് പഠിച്ച ആളാണ് ആൽഫ്രഡ് മാർഷൽ. ആൽഫ്രഡ് മാർഷലിന്റെ ഏത് രാജ്യം? ബ്രിട്ടൻ. എന്തിന്റെ പിതാവാണ്? മൈക്രോ എക്കണോമിക്സിന്റെ പിതാവാണ്. പുള്ളി മുന്നോട്ട് വെച്ച തിയറിയാണ് പ്രൈസ് തിയറി. പ്രാമുഖ്യം നൽകിയത് ഏതിനാണ്? മനുഷ്യരുടെ ക്ഷേമത്തിനാണ് കേട്ടോ. സിദ്ധാന്തം ഏതാണ്? ലോ ഓഫ് ഡിമാൻഡ്. ലോ ഓഫ് ഡിമാൻഡ് എന്നാണ് പറയുന്നത് മറ്റു ഘടകങ്ങൾ സ്ഥിരം ആയിരുന്നാൽ ചോദകവും വിലയും അതായത് ഡിമാൻഡും പ്രൈസും വിപരീത അനുപാതത്തിലായിരിക്കുമെന്ന് പറയുന്ന സിദ്ധാന്തമാണ് ഏത്? ലോ ഓഫ് ഡിമാൻഡ്. ആരുടെയാ? ആൽഫ്രഡ് മാർഷൽ. പുള്ളിക്കാരന്റെ പുസ്തകമാണ് പ്രിൻസിപ്പിൾ ഓഫ് എക്കണോമിക്സ് എന്നറിയപ്പെടുന്നു. അപ്പൊ ആൽഫ്രഡ് മാർഷലിന്റെ പുസ്തകമാണ് പ്രിൻസിപ്പിൾ ഓഫ് എക്കണോമിക്സ് കേട്ടോ. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്ന ആരാണ്? ഇപ്പൊ ജോൺ മെയ്നാർഡ് കെയ്ൻസ് കേട്ടോ. ജോൺ മെയ്നാർഡ് കെയ്ൻസിനെ പറ്റി നമ്മൾ നോക്കുകയാണെങ്കിൽ ജോൺ മെയ്നാർഡ് കെയ്ൻസ് ഏതാ രാജ്യം? ഇംഗ്ലണ്ട് ആണ് കേട്ടോ. പുള്ളിക്കാരൻ എന്നറിയപ്പെടുന്നു മാക്രോ എക്കണോമിക്സിന്റെ പിതാവ് എന്നറിയപ്പെടുന്നു. അപ്പൊ മാക്രോ എക്കണോമിക്സിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ജോൺ മെയ്നാർഡ് കെയ്ൻസ് ആണ്. മൈക്രോന്റെ ആരാന്ന് നമ്മൾ നോക്കി? ആൽഫ്രഡ് മാർഷൽ അല്ലായിരുന്നോ? ആൽഫ്രഡ് മാർഷൽ അല്ല മൈക്രോ എക്കണോമിക്സിന്റെ പിതാവ്. ഇതിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാ? മെയ്നാർഡ് കെയ്ൻസ് എന്തിന്റെ പിതാവാ? മാക്രോ എക്കണോമിക്സിന്റെ പിതാവാണ്. പുള്ളി മുൻപോട്ട് വെച്ച തിയറിയാണ് ഡിമാൻഡ് ക്രിയേറ്റ് ഇറ്റ്സ് ഓൺ സപ്ലൈ. എന്നാണ് പറയുന്നത് ഡിമാൻഡ് ഉണ്ടെങ്കിലേ സപ്ലൈ നടക്കുള്ളൂ അല്ലേ? നമുക്കൊരു മാർക്കറ്റിൽ നമ്മൾ നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എന്ത്? ഒരു പ്രൊഡക്റ്റ് സപ്ലൈ വരണമെങ്കിൽ എന്ത് വേണം? ആദ്യം ആ പ്രൊഡക്റ്റ് ഒരു ഡിമാൻഡ് ഉണ്ടാവണം. അതാരാണ് പറഞ്ഞത്? ജോൺ മെയ്നാർഡ് കെയ്ൻസ് ആണ് കേട്ടോ. പുള്ളിക്കാരൻ മുന്നോട്ട് വെച്ച പുസ്തകങ്ങളാണ് ദ ജനറൽ തിയറി ഓഫ് എംപ്ലോയ്മെന്റ് ഇൻട്രസ്റ്റ് ആൻഡ് മണി. ദ ജനറൽ തിയറി ഓഫ് എംപ്ലോയ്മെന്റ് ഇൻട്രസ്റ്റ് ആൻഡ് മണി. ആരുടെ പുസ്തകമാണ്? ജോൺ മെയ്നാർഡ് കെയ്ൻസ്. എക്കണോമിക് കോൺസിക്വൻസ് ഓഫ് പീസ് 1936 ഇറക്കിയ പുസ്തകമാണ് എക്കണോമിക് കോൺസിക്വൻസസ് ഓഫ് പീസ്. ഇത് രണ്ടും ആരുടെയാണ്? ജോൺ മെയ്നാർഡ് കെയ്ൻസ്. അപ്പൊ ഒന്നുകൂടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ജോൺ മെയ്നാർഡ് കെയ്ൻസ് എന്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നു? മാക്രോ എക്കണോമിക്സിന്റെ പിതാവ് എന്നറിയപ്പെടുന്നു. പുള്ളിക്കാരന്റെ തിയറിയാണ് ഡിമാൻഡ് ക്രിയേറ്റ് ഇറ്റ്സ് ഓൺ സപ്ലൈ എന്നറിയപ്പെടുന്നു. പുള്ളിക്കാരന്റെ പുസ്തകങ്ങളാണ് ദ ജനറൽ തിയറി ഓഫ് എംപ്ലോയ്മെന്റ് ഇൻട്രസ്റ്റ് ആൻഡ് മണിയും എക്കണോമിക് കോൺസിക്വൻസ് ഓഫ് പീസ്. ആരെയാണ്? ജോൺ മെയ്നാർഡ് കെയ്ൻസിന്റെ കേട്ടോ. നമ്മൾ ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അപ്പൊ ഇത്ര നമ്മൾ ലോകത്തെ സ്വാധീനിച്ച കുറച്ച് ചിന്തകരെ പറ്റിയാണ് പഠിച്ചത്. അപ്പം ഇത്രയും നേരം നമ്മൾ ആരെയാ നോക്കിയത്? അപ്പം വേൾഡിൽ എക്കണോമിക്സുകളെ പറ്റി നമ്മൾ നോക്കി. ഇനി ഇന്ത്യയിലോട്ട് വരാം കേട്ടോ. ഇപ്പൊ ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖൻ, അപ്പൊ നമ്മൾ എക്കണോമിക്സ് പഠിക്കുമ്പോൾ തന്നെ ഇന്ത്യയിലെ എക്കണോമിക്സിനെ പറ്റി പറയുമ്പോൾ തന്നെ ആദ്യമായിട്ട് നമ്മൾ ഓർക്കേണ്ട ആളായ ആരാ? ദാദാഭായ് നവറോജി. പുള്ളി എന്ന് അറിയപ്പെടുന്നത് ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ്. അപ്പൊ ഇന്ത്യയിൽ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ദാദാഭായ് നവറോജിയാണ്. ഇന്ത്യൻ ദേശീയ വരുമാനവും പ്രതിശീർഷ വരുമാനവും ദാരിദ്ര്യവും എന്നിവ ആദ്യമായി കണക്കാക്കിയ വ്യക്തിയാണ് ആരാണ്? ദാദാഭായ് നവറോജി. അപ്പൊ ഇന്ത്യയിൽ ദേശീയ വരുമാനം, പ്രതിശീർഷ വരുമാനം, ദാരിദ്ര്യം എന്നിവ ആദ്യമായി കണക്കാക്കിയ വ്യക്തിയാണ് ദാദാഭായ് നവറോജി. പുള്ളിക്കാരന്റെ പുസ്തകത്തിന്റെ പേരെന്തായിരുന്നു? പുള്ളിക്കാരന്റെ പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. അപ്പൊ പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന് പറയുന്ന പുസ്തകത്തിന്റെ രചയിതാവാണ് ആര്? ദാദാഭായ് നവറോജി. ഈ പുസ്തകത്തിലൂടെ പുള്ളി മുൻപോട്ട് വെച്ചൊരു ആശയമുണ്ട്. എന്താണ്? ചോർച്ച സിദ്ധാന്തം എന്നറിയപ്പെടുന്നു. ബ്രെയിൻ തിയറി എന്നറിയപ്പെടുന്നു കേട്ടോ.
ബ്രെയിൻ തിയറി, ചോർച്ച സിദ്ധാന്തം എന്നറിയപ്പെടുന്നു. ഇത് മുന്നോട്ട് വെച്ച ചെയ്തതിലൂടെ പോവർട്ടി ആൻഡ് അൺബ്രിട്ടിഷ് റൂൾ ഇൻ ഇന്ത്യ. ഈസ്റ്റ് ഇന്ത്യൻ അസോസിയേഷൻ സ്ഥാപിച്ചത് ആരാന്ന് ചോദിച്ചാൽ ദാദാഭായ് നവറോജി ആട്ടോ. ഇപ്പൊ ഈസ്റ്റ് ഇന്ത്യൻ അസോസിയേഷൻ സ്ഥാപിച്ചു ഏതാ വർഷം? 1866. ഈസ്റ്റ് ഇന്ത്യൻ അസോസിയേഷൻ സ്ഥാപിച്ചു വർഷം ഏതാ? 1866. അപ്പൊ ദാദാഭായ് നവറോജി എന്തെന്നറിയപ്പെടുന്നു? ഇന്ത്യയിൽ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നു. ഇന്ത്യയിൽ ദേശീയ വരുമാനവും പ്രതിശീർഷ വരുമാനവും ദാരിദ്ര്യം എന്നിവ ആദ്യമായി കണക്കാക്കിയ വ്യക്തി. പോവർട്ടി ആൻഡ് അൺബ്രിട്ടിഷ് റൂൾ ഇൻ ഇന്ത്യ എന്നതായിരുന്നു പുള്ളിയുടെ പുസ്തകം. അതിലൂടെ മുന്നോട്ട് വെച്ചത് ആ സിദ്ധാന്തമാണ് ചോർത്ത സിദ്ധാന്തം. ഈസ്റ്റ് ഇന്ത്യൻ അസോസിയേഷൻ സ്ഥാപിച്ചു ഏത് വർഷം? 1866 കേട്ടോ. അപ്പൊ ചോർച്ച സിദ്ധാന്തം പറ്റി പറഞ്ഞു. ചോർച്ച സിദ്ധാന്തം ചർച്ച ചെയ്ത പുസ്തകമാണ് പോവർട്ടി ആൻഡ് അൺബ്രിട്ടിഷ് റൂൾ ഇൻ ഇന്ത്യ. ചോർച്ച സിദ്ധാന്തത്തിൽ ഇന്ത്യയിൽ സമ്പത്ത് ചോർന്നു പോകുന്നത് കാരണമായി പറയുന്നത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പം ചോർച്ച സിദ്ധാന്തത്തിൽ ഇന്ത്യയിലെ സമ്പത്ത് എന്താണ് പറയുന്നത്? ഇന്ത്യയിലുള്ള സമ്പത്ത് മൊത്തം ഇന്ത്യയിൽ നിന്ന് ചോർന്നു പോകുന്നു. അതിനെപ്പറ്റി പറയുന്നതാണ് ഏത് എന്നറിയപ്പെടുന്നത്? ചോർച്ച സിദ്ധാന്തം എന്നറിയപ്പെടുന്നു. ഇതിന് കാരണങ്ങളായി പറയുന്നതാണ് ഒന്ന്, ബ്രിട്ടീഷുകാർക്ക് നൽകുന്ന അധിക ശമ്പളം. ബ്രിട്ടീഷുകാർക്ക് അനുവദിച്ചു കൊടുത്തുകൊണ്ടിരുന്ന അധിക ശമ്പളം. രണ്ടാമത്തതാണ് അസംസ്കൃത വസ്തുക്കൾ കുറഞ്ഞ വിലയ്ക്ക് മേടിച്ച് കൂടിയ വിലയ്ക്ക് അന്തിമ ഉൽപ്പന്നമാക്കി വിൽക്കുന്നു. എന്ത് ചെയ്യുന്നു? ഇന്ത്യയിൽ നിന്ന് അസംസ്കൃത വസ്തുക്കൾ എന്ത് ചെയ്യുന്നു? കുറഞ്ഞ വിലയ്ക്ക് വാങ്ങുന്നു. അത് കൂടിയ വിലയ്ക്ക് അന്തിമ ഉൽപ്പന്നമാക്കി എന്ത് ചെയ്യുന്നു? അവർ വിൽക്കുന്നു. ഇന്ത്യയിൽ തന്നെ കൊണ്ട് വിൽക്കുന്നു. അതാണ് രണ്ടാമത്തെ കാരണം. മൂന്നാമത്തെ എന്ന് പറഞ്ഞാൽ സമ്പത്ത് കൊള്ളയടിക്കൽ. അപ്പൊ ഇന്ത്യയുടെ സമ്പത്ത് കൊള്ളയടിച്ചുകൊണ്ട് പോകുന്നു. നാലാമത്തത് കർഷകരെ ചൂഷണം ചെയ്യൽ. അപ്പൊ ചോർച്ച സിദ്ധാന്തത്തിൽ പറയുന്ന ഇന്ത്യയുടെ സമ്പത്ത് ചോർന്നു പോകുന്നതിനുള്ള കാരണങ്ങളാണ് ഏതൊക്കെ? ഒന്ന്, ബ്രിട്ടീഷുകാർക്ക് നൽകുന്ന അധിക ശമ്പളം. രണ്ട്, ഇന്ത്യയിൽ നിന്ന് അസംസ്കൃത വസ്തുക്കൾ ചെറിയ വിലയ്ക്ക് മേടിച്ച് അവിടെ കൊണ്ടുപോയി മാനുഫാക്ചർ ചെയ്ത് അന്തിമ ഉൽപ്പന്നമാക്കി ഇന്ത്യയിൽ തന്നെ വില കൂട്ടി വിൽക്കുന്നു. മൂന്നാമതാണ് ഇന്ത്യയുടെ സമ്പത്ത് കൊള്ളയടിക്കൽ. നാലാമതാണ് കർഷകരുടെ ചൂഷണം ചെയ്യൽ. ഇത് നാലാണ് എന്ത് അറിയപ്പെടുന്നത്? ഇന്ത്യയുടെ സമ്പത്ത് ചോർന്നു പോകുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളായി അറിയപ്പെടുന്നത് കേട്ടോ. അപ്പൊ അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നതാണ് PC മഹലനോബിസ്. അപ്പൊ ആരെപ്പറ്റി പഠിച്ച? ഇന്ത്യയിൽ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് ആരാന്ന് നമ്മൾ പഠിച്ചു. ആരാണ്? ദാദാഭായ് നവറോജിയാണ്. അപ്പൊ രണ്ടാമതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്ന ആളാണ് PC മഹലനോബിസ്. സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായി ദേശീയ വരുമാനം കണക്കാക്കിയ വ്യക്തിയാണ് ആര്? PC മഹലനോബിസ്. ഏത് വർഷമാണ്? 1949 കേട്ടോ. അപ്പൊ സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായി ദേശീയ വരുമാനം കണക്കാക്കിയ വ്യക്തിയാണ് PC മഹലനോബിസ്. 1949. ഇന്ത്യൻ സ്ഥിതിവിവര ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നു. സ്ഥിതിവിവര ശാസ്ത്രം എന്ന് പറയുമ്പോൾ എന്താ? സ്റ്റാറ്റിസ്റ്റിക്സിന്റെ പിതാവ് കേട്ടോ. പിന്നെ ബഡ്ജറ്റിന്റെ പിതാവ് എന്നറിയപ്പെടുന്നു. സ്ഥിതിവിവര ശാസ്ത്രത്തിന്റെ പിതാവ്, ബഡ്ജറ്റിന്റെ പിതാവ് എന്നെല്ലാം അറിയപ്പെടുന്ന ആരാണ്? PC മഹലനോബിസ് ആണ്. ഇദ്ദേഹത്തിന്റെ ജന്മദിനമാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേ ആയിട്ട് ആചരിക്കുന്നത് കേട്ടോ. അപ്പൊ PC മഹലനോബിസിന്റെ ജന്മദിനം നമ്മൾ എന്തെന്ന് അറിയപ്പെടുന്നത്? സ്റ്റാറ്റിസ്റ്റിക്സ് ഡേ എന്നായി അറിയപ്പെടുന്നു ജന്മദിനം. സ്റ്റാറ്റിസ്റ്റിക്സ് ഡേ എന്നാ June 19 കേട്ടോ. June 19 ആണ് സ്റ്റാറ്റിസ്റ്റിക്സ് ഡേ ആയിട്ട് നമ്മൾ ആചരിക്കുന്നത്. അപ്പൊ എന്തെന്നറിയപ്പെടുന്നു? ഇന്ത്യയിൽ സ്ഥിതിവിവര ശാസ്ത്രത്തിന്റെ പിതാവ്, ബഡ്ജറ്റിന്റെ പിതാവ് എന്നെല്ലാം അറിയപ്പെടുന്നു. ഈ ദേശീയ വരുമാന കമ്മിറ്റിയുടെ രൂപീകരണത്തിന് നേതൃത്വം നൽകി. അപ്പൊ ഇന്ത്യയുടെ ദേശീയ വരുമാന കമ്മിറ്റി ഉണ്ടായിരുന്നു. അതിന്റെ രൂപീകരണത്തിന് നേതൃത്വം നൽകിയ വ്യക്തി ആരാണ്? PC മഹലനോബിസ് ആണ് കേട്ടോ. ദേശീയ വരുമാന കമ്മിറ്റിയുടെ ആദ്യ ചെയർമാനും പുള്ളി തന്നെയായിരുന്നു. അപ്പൊ ദേശീയ വരുമാന കമ്മിറ്റിയുടെ ആദ്യത്തെ ചെയർമാനും ആര് തന്നെയായിരുന്നു? PC മഹലനോബിസ് ആയിരുന്നു. പുള്ളിക്കാരൻ എന്തെന്നറിയപ്പെടുന്നു? സ്റ്റാറ്റിസ്റ്റിക്സിന്റെ പിതാവ് എന്നറിയപ്പെടുന്നു. ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സ്ഥാപകൻ എന്നറിയപ്പെടുന്നു. ഇന്ത്യയിൽ പ്ലാനിങ്ങിന്റെ ശില്പി എന്നറിയപ്പെടുന്നു. ഇന്ത്യയിൽ എന്തെന്നറിയപ്പെടുന്നു? പ്ലാനിങ്ങിന്റെ ശില്പി. ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ പിതാവ് എന്നറിയപ്പെടുന്നു. ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സ്ഥാപകൻ എന്ന പേരും പുള്ളി അറിയപ്പെടുന്നു. പിന്നെയാണ് ഇന്ത്യൻ പ്ലാനിങ്ങിന്റെ ശില്പി. PSC ആവർത്തിച്ച് ചോദിച്ച ചോദ്യമാട്ടോ ഇത്. ഇന്ത്യയിൽ പ്ലാനിങ്ങിന്റെ ശില്പി ആരാണ്? ഈ ശില്പിയിൽ പി ഇല്ലേ? പീന്റെ അവസാനം വെച്ച് നമ്മളുണ്ട്. അതെ, ശില്പി PC മഹലനോബിസ്. ഇന്ത്യൻ പ്ലാനിങ്ങിന്റെ ശില്പിയാണ് ആര്? PC മഹലനോബിസ്. ശില്പി. ശില്പിയിലെ അവസാനത്തെ പി എടുത്തായിട്ടോ. അദ്ദേഹത്തിന്റെ കൃതി ഏതാണ്? സംഖ്യ കേട്ടോ. അപ്പൊ PC മഹലനോബിസിന്റെ കൃതിയാണ് സംഖ്യ. PC മഹലനോബിസ് ഇമ്പോർട്ടന്റ് ആണ്. PC മഹലനോബിസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ് പഠിക്കേണ്ടത്? ആദ്യമായി ദേശീയ വരുമാനം കണക്കാക്കി ഏത് വർഷം? 1949. സ്റ്റാറ്റിസ്റ്റിക്സിന്റെ പിതാവ് എന്നറിയപ്പെടുന്നു. ബഡ്ജറ്റിന്റെ പിതാവ് എന്നറിയപ്പെടുന്നു. ഇദ്ദേഹത്തിന്റെ ജന്മദിനമാണ് സ്റ്റാറ്റിസ്റ്റിക്സ് ഡേ ആയിട്ട് ആചരിക്കുന്നത്. സ്റ്റാറ്റിസ്റ്റിക്സ് ഡേ എന്നാണ്? June 29 കേട്ടോ. ദേശീയ വരുമാന കമ്മിറ്റിയുടെ രൂപീകരണത്തിന് നേതൃത്വം നൽകി. വരുമാന കമ്മിറ്റിയുടെ ആദ്യത്തെ ചെയർമാനും പുള്ളി തന്നെയായിരുന്നു. സ്റ്റാറ്റിസ്റ്റിക്സിന്റെ പിതാവ്, സ്റ്റാറ്റിസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സ്ഥാപകൻ, ഇന്ത്യയിൽ പ്ലാനിങ്ങിന്റെ ശില്പി എന്നുള്ള അറിയപ്പെടുന്നു. പുള്ളിന്റെ കൃതി ഏതായിരുന്നു? സംഖ്യയാണ് കേട്ടോ പുള്ളിന്റെ കൃതി. അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് ആരെ പറ്റിയായിരിക്കും? വിശ്വേശ്വരയ്യ. സമ്പദ് വ്യവസ്ഥയുടെ പിതാവ് എന്നറിയപ്പെടുന്നു. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? വിശ്വേശ്വരയ്യ. പുള്ളിക്കാരന്റെ ജന്മദിനം എന്നാണ്? September 15 കേട്ടോ. അപ്പൊ വിശ്വേശ്വരയ്യയുടെ ജന്മദിനമാണ് September 15. അതെന്തെന്ന് ആചരിക്കപ്പെടുന്ന നമ്മൾ? ഇന്ത്യയിൽ എഞ്ചിനീയർ ഡേ ആയിട്ട് ആചരിക്കപ്പെടുന്ന ആരുടെ ജന്മദിനമാണ്? വിശ്വേശ്വരയ്യയുടെ കേട്ടോ. വിശ്വേശ്വരയ്യ എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ പിതാവ് എന്നറിയപ്പെടുന്നു. പുള്ളിക്കാരന്റെ ജന്മദിനം എന്ന September 15. അതെന്തെന്ന് അറിയപ്പെടുന്നത്? ഇന്ത്യയിൽ എഞ്ചിനീയറിംഗ് ഡേ ആയിട്ട് ആചരിക്കുന്നു കേട്ടോ. ആധുനിക മൈസൂർ പട്ടണത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്നു. ആധുനിക മൈസൂറിന്റെ ശില്പി ആരാണ്? വിശ്വേശ്വരയ്യാണ് കേട്ടോ. പുള്ളിക്കാരന്റെ പുസ്തകമാണ് പ്ലാനഡ് എക്കോണമി ഫോർ ഇന്ത്യ. വിശ്വേശ്വരയ്യയുടെ പുസ്തകമാണ് ഏത്? പ്ലാനഡ് എക്കോണമി ഫോർ ഇന്ത്യ. പിന്നെ എന്തെല്ലാം അറിയപ്പെടുന്നു? സമ്പദ് വ്യവസ്ഥയുടെ പിതാവ്. പുള്ളിക്കാരന്റെ ജന്മദിനമാണ് September 15. ഇന്ത്യയിൽ എഞ്ചിനീയറിംഗ് ഡേ ആയിട്ട് ആചരിക്കുന്ന September 15 ആണ്. ആധുനിക മൈസൂർ പട്ടണത്തിന്റെ ശില്പിയാണ് വിശ്വേശ്വരയ്യ. പുള്ളിക്കാരന്റെ പുസ്തകമാണ് പ്ലാനഡ് എക്കോണമി ഫോർ ഇന്ത്യ. അപ്പൊ നമ്മൾ ഇന്ന് ഏകദേശം ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഇവിടെ നോക്കുന്നുള്ളൂ.
ചാണക്യൻ കേട്ടോ. ചാണക്യൻ അറിയപ്പെടുന്ന മറ്റു പേരുകൾ എന്തൊക്കെയാ? കൗടില്യൻ, വിഷ്ണുഗുപ്തൻ എന്നെല്ലാം പേരിൽ അറിയപ്പെടുന്നു. ഇന്ത്യയിൽ സമ്പത്തിനെ പറ്റി പ്രതിപാദിക്കുന്ന പ്രാചീന ഗ്രന്ഥമാണ് അർത്ഥശാസ്ത്രം. ഇത് പ്രതിപാദിക്കുന്നതാണ്. പ്രതിപാദിക്കുന്ന പ്രാചീന ഗ്രന്ഥമാണ് അർത്ഥശാസ്ത്രം. അർത്ഥശാസ്ത്രം രചിച്ചതാരാണ്? ചാണക്യനാണ്. ചാണക്യന്റെ മറ്റു പേരുകൾ എന്തൊക്കെയാണ്? കൗടില്യൻ, വിഷ്ണുഗുപ്തൻ എന്നെല്ലാമാണ്. ചന്ദ്രഗുപ്ത മൗര്യന്റെ മുഖ്യ ഉപദേഷ്ടാവായിരുന്നു ആര്? ചാണക്യൻ. അപ്പൊ ചന്ദ്രഗുപ്ത മൗര്യന്റെ മുഖ്യ ഉപദേഷ്ടാവ് ആരുടെ മുഖ്യ ഉപദേഷ്ടാവാന്ന് ചോദിക്കും. ചന്ദ്രഗുപ്ത മൗര്യന്റെ. ഇപ്പൊ ഏത് രാജ്യം? മഗധ എന്ന് പറയുന്ന ഒരു രാജ്യമുണ്ട്. മഗധ രാജ്യത്തെ ഒരു സാമ്പത്തിക ശക്തിയായി മാറ്റുന്നതിൽ മുഖ്യ പങ്കുവഹിച്ച വ്യക്തി ആരാണ്? ചാണക്യൻ. ആരുടെ ഉപദേഷ്ടാവായിരുന്നു? ചന്ദ്രഗുപ്തന്റെ. രചിച്ച കൃതി ഏതാണ്? അർത്ഥശാസ്ത്രം. എന്തിനെ പറ്റിയാണ് പ്രതിപാദിക്കുന്നത്? ഇന്ത്യയുടെ സമ്പത്തിനെ പറ്റി പ്രതിപാദിക്കുന്ന ഗ്രന്ഥമാണ് അർത്ഥശാസ്ത്രം. അറിയപ്പെടുന്ന മറ്റു പേരുകൾ എന്തൊക്കെയാണ്? കൗടില്യൻ, വിഷ്ണുഗുപ്തൻ എന്നെല്ലാം പേരിലാണ് പുള്ളി അറിയപ്പെടുന്നത്. ഇനി അടുത്ത നമുക്ക് കുറച്ച് കുറച്ച് പോയിന്റുകൾ നോക്കാം കേട്ടോ. ഇതൊക്കെ പഠിച്ചിരിക്കേണ്ട പോയിന്റുകളാണ്. ദേശീയ വരുമാനം ശാസ്ത്രീയമായി കണക്കാക്കിയ വ്യക്തിയാണ് ആര്? VK RV റാവു. അപ്പൊ ദേശീയ വരുമാനം ശാസ്ത്രീയമായി കണക്കാക്കിയ വ്യക്തി VK RV റാവു. ഡൽഹി സ്കൂൾ ഓഫ് എക്കണോമിക്സിന്റെ സ്ഥാപകൻ ആരാണ്? VK RV റാവു ട്ടോ. അപ്പം ദേശീയ വരുമാനം ശാസ്ത്രീയമായി കണക്കാക്കിയ വ്യക്തിയാണ് VK RV റാവു. ഡൽഹി സ്കൂൾ ഓഫ് എക്കണോമിക്സിന്റെ സ്ഥാപകനാണ് ആര്? VK RV റാവു ട്ടോ. ഗാന്ധിയൻ ആശയങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഗാന്ധിജിയുടെ കൃതി ഏതാന്ന് ചോദിച്ചാൽ അത് ഹിന്ദ് സ്വരാജാണ്. അപ്പൊ ഗാന്ധിയൻ ആശയങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഗാന്ധിജിയുടെ തന്നെ ഒരു കൃതിയുണ്ട്. അത് ഹിന്ദ് സ്വരാജാണ്. ഏതാ വർഷം? വർഷമൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. 1909. ഹിന്ദ് സ്വരാജ് 1909. രണ്ടു മൂന്ന് പ്രാവശ്യം പറഞ്ഞു കേട്ടോ. ഹിന്ദ് സ്വരാജ് 1909 കേട്ടോ. ഗാന്ധിയൻ ആശയങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഗാന്ധിജിയുടെ കൃതിയാണ് ഹിന്ദ് സ്വരാജ് 1909. ഇപ്പൊ ഗാന്ധിജി മുന്നോട്ട് വെച്ച ഒരു ഇതുണ്ടായിരുന്നു, ഒരു ആശയം ഉണ്ടായിരുന്നു. അതേതാണ്? ട്രസ്റ്റിഷിപ്പ് എന്നറിയപ്പെടുന്നു കേട്ടോ. ഏതാണ്? ട്രസ്റ്റിഷിപ്പ്. ട്രസ്റ്റിഷിപ്പ് എന്ന ആശയം മുന്നോട്ട് വെച്ച വ്യക്തി ആരാണ്? ഗാന്ധിജി. ഒന്നുകൂടെ നോക്കിക്കോട്ടെ ഈ പോയിന്റ് ഒക്കെ. ദേശീയ വരുമാനം ശാസ്ത്രീയമായി കണക്കാക്കിയ വ്യക്തിയാണ് VK RV റാവു. ഡൽഹി സ്കൂൾ ഓഫ് എക്കണോമിക്സിന്റെ സ്ഥാപകൻ. അപ്പൊ VK RV റാവു സ്ഥാപിച്ചത് എന്താണ്? ഡൽഹി സ്കൂൾ ഓഫ് എക്കണോമിക്സ് കേട്ടോ. അപ്പൊ ഗാന്ധിയൻ ആശയങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഗാന്ധിജിയുടെ കൃതിയാണ് എന്തെന്നറിയപ്പെടുന്നത്? ഹിന്ദ് സ്വരാജ് കേട്ടോ. ഏതാ വർഷം? 1909. ട്രസ്റ്റിഷിപ്പ്. അപ്പൊ ആശയം ഗാന്ധിജി മുന്നോട്ട് വെച്ച ഒരു ആശയമാണ് എന്ത്? ട്രസ്റ്റിഷിപ്പ് എന്നറിയപ്പെടുന്നത്. അപ്പൊ ഗാന്ധിജി മുന്നോട്ട് വെച്ച ആശയമാണ് ട്രസ്റ്റിഷിപ്പ് കേട്ടോ. ഇത്രയാണ് നമ്മളിന്ന് എക്കണോമിക്സിന്റെ ബേസ് ക്ലാസ്സിൽ നോക്കുന്നത്. അപ്പൊ ബാക്കി നമ്മൾ എന്ത് ചെയ്യും? വരുന്ന ദിവസങ്ങളിൽ സിലബസ് പ്രകാരം എല്ലാ ക്ലാസ്സും നമ്മൾ ചാനലിലൂടെ നൽകുന്നതായിരിക്കും കേട്ടോ. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യണം? ഫോളോ ചെയ്യണേ.